ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹെൽവീസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻ്റെ പേര് ഹെൽവി. ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് കപ്പ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോണത്. കപ്പ നമുക്ക് സാധാരണ ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കപ്പ. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ കുറഞ്ഞ 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുതിയൊരു റെസിപ്പിയാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോണത്. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്കുണ്ടാവണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ വീഡിയോ ചെയ്യണത് ഞാനല്ല, അതിന് പകരം എന്റെ അനിയന്റെ റെസിപ്പിയാണ് ചെയ്യണത്. ഇതെന്റെ അനിയനാണ്, പേര് സന്തോഷ്. അപ്പൊ ഇന്ന് അനിയനാണ് നമുക്ക് വേണ്ടി വീഡിയോ ചെയ്ത് കാണിക്കണത്. അപ്പൊ ഇത് അനിയന്റെ ഒരു സ്വന്തം ഒരു സീക്രട്ട് റെസിപ്പിയാണിത്. ഇത് ഞാൻ കഴിക്കണത് ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ്, ഞാൻ ചേട്ടന്റെ വീട്ടിൽ വന്നേ പിന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ ഇങ്ങനെ കാണണത്. അത് കപ്പ വെച്ചിട്ട് അട, നമ്മള് വാഴയിലയില് നമ്മള് അട ഉണ്ടാക്കി ആണ് കപ്പ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞോ. അതിനെന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്? കപ്പ 1 കിലോ, അരമുറി തേങ്ങ, ആവശ്യത്തിന് ഏലക്കായ, 1/2 കിലോ ശർക്കര, പിന്നെ അതുണ്ടാക്കാനായിട്ടുള്ള ആവശ്യമായ ഏല. അത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഒന്നുകൂടെ 1 കിലോ കപ്പ, പിന്നെ ഇത് ഒരു തേങ്ങയുടെ ഒരു പകുതി മുറിയാണ് കേട്ടോ. ഒരു ഫുള്ള് തേങ്ങയല്ല. 1 കിലോ കപ്പയ്ക്ക് ഒരു അരമുറി തേങ്ങ, അതിന് ആവശ്യമായിട്ടുള്ള ഏലക്കായ, പിന്നെ 1/2 കിലോ ശർക്കര. 1 കിലോ കപ്പ, 1/2 കിലോ ശർക്കര, അങ്ങനെയാണ് അതിന്റെ ഒരു റേഷ്യോ. പിന്നെ അത് നമുക്ക് ചുട്ടെടുക്കാനായിട്ട് ഈ ഇലയിലാണ് നമ്മൾ ചെയ്യണത്. ഇത് ഞങ്ങളുടെ ഇവിടെ പറയണത് എടനയില എന്നാണ് പറയണത്. പല നാട്ടിലും പല പേരാണ് പറയണത്. ഞങ്ങളുടെ ഇവിടെ പറയണത് എടനയില എന്നാണ് ഈ ഇലയ്ക്ക് പറയണത്. അപ്പോൾ ഈ ഇലയിലാണ് നമ്മൾ ചെയ്തെടുക്കണത്. ഇതിനകത്ത് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക സ്മെല്ലാണ്. അത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് നോക്കാം ഇനി അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. ഇനി ഇത് നമ്മള് കപ്പ നമ്മള് ഇത് ഗ്രൈൻഡ് ചെയ്താകുമ്പോ അതിന് നമ്മൾ ചീകി എടുക്കണം. ചീകി എടുക്കുക. അപ്പൊ നമുക്കതൊന്ന് ചീകി എടുക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യണത് ഇത് നമ്മുടെ പറമ്പിലാട്ടോ. നമ്മുടെ തറവാട് വീട് ഇതിന്റെ അപ്പുറത്താണ്. നമ്മുടെ വീട് ഇവിടെ തന്നെയാണ്. ഇത് നമ്മുടെ പറമ്പാണ്. ഇതിങ്ങനെ പറമ്പില് നല്ല പച്ചപ്പൊക്കെയാണ്. അപ്പൊ നമ്മൾ 1 കിലോ കപ്പ ഇതുപോലെ നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ തന്നെ ചെയ്യാൻ പോണത്, ഇനി അടുത്തതായി കപ്പ നമ്മൾ ശരിക്കും പിഴിഞ്ഞ് അതിന്റെ വെള്ളം കളഞ്ഞെടുക്കണം. കപ്പ നമ്മൾ ശരിക്കും കൈ വെച്ച് ഒതുക്കി നല്ലോണം പ്രസ് ചെയ്ത് ഇതുപോലെ പിഴിഞ്ഞ് നമ്മൾ അതിന്റെ കയ്പൊക്കെ ഉണ്ടല്ലോ, ചില കപ്പയ്ക്ക് കയ്പുണ്ടാവും, ഒരു മക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ കളയാനായിട്ട് നമ്മൾ കൈ വെച്ച് ഇതുപോലെ ശരിക്കും അമർത്തി പ്രസ് ചെയ്ത് എടുക്കണം. അത് നമുക്ക് മുഴുവൻ അങ്ങനെ ചെയ്തെടുക്കാം. കപ്പ ഇതുപോലെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. കപ്പ പിഴിഞ്ഞത് ഇത്രയും ഈ കപ്പയുടെ മട്ട് ഇതിലുണ്ട്. അപ്പൊ ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് നമ്മൾ മാറ്റി കളയണം. പിന്നെ നമ്മൾ ബാക്കി ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇനി നമ്മൾ അടുത്തായിട്ട് തന്നെ ചെയ്യാൻ പോണേ. നമ്മള് ഇനി ചെയ്യാൻ പോണത്, നമ്മൾ ആദ്യമായിട്ട് ശർക്കര നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര പാനിയിലേക്ക് തേങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഏലക്ക വിളയിച്ചെടുക്കുക. ആ വിളയിച്ചെടുത്ത ശർക്കര തേങ്ങയിലേക്ക് കപ്പ നമ്മൾ അതിലേക്ക് ഇട്ട് ശരിക്കും മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കുക. ശർക്കര ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങ ചേർത്ത് വഴറ്റി ഏലക്കപ്പൊടി ചേർത്ത് നല്ലവണ്ണം എല്ലാം മിക്സ് ആയി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കപ്പപ്പൊടി ചേർത്തിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. അതാണ് ഇനി അടുത്ത പണി. അപ്പൊ നമുക്ക് അത് ചെയ്യാം. അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം എന്തോരം വെള്ളം ആവശ്യം? 1/2 ഗ്ലാസ് വെള്ളം. ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ്സിൽ നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ആട്ടോ എടുത്തിട്ടുള്ളൂ. ഈ ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം. ശർക്കര അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 കിലോ ശർക്കര നമ്മള് 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. സോറി, 1/2 ഗ്ലാസ് വെള്ളം, 1/2 കിലോ ശർക്കര നമ്മൾ ചേർത്ത് കൊടുത്ത് അതൊന്ന് ഉരുക്കിയെടുക്കാൻ പോവാട്ടോ. അപ്പൊ അതവിടെ കിടന്നുരുകട്ടെ.
നമ്മളിവിടെ 1 കിലോ കപ്പയാട്ടോ ഉപയോഗിച്ചേക്കണം. 1 കിലോ കപ്പയ്ക്ക് 1/2 കിലോ ശർക്കരയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മധുരം കൂട്ടണമെങ്കിൽ മധുരം കൂട്ടി ചെയ്യാം, കുറയ്ക്കണമെങ്കിൽ മധുരം കുറച്ച് ചെയ്യാം. ഇവിടെ അനിയന് മധുരം കുറച്ച് കൂടുതൽ വേണ്ട ആളാണ്. എന്നാലും ഇത് ഒരുപാട് കൂടുതലല്ല, 1 കിലോ കപ്പയ്ക്ക് ഇതൊരു നോർമൽ മധുരമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ മധുരം പാകമാണ്. അപ്പം നമ്മൾ അങ്ങനെയാട്ടോ ചെയ്യണത്. അപ്പൊ നമ്മുടെ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അടുത്തതായിട്ട് ഇതുപോലെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉരുകിയ ശർക്കര അരിച്ചൊഴിക്കാൻ പോവാണ്. ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവും, ഇങ്ങനെ അഴുക്കൊക്കെ ഉണ്ടാവും. അഴുക്കൊക്കെ കളയാനായിട്ട് നമ്മൾ ശർക്കര ഉരുക്കിയിട്ടത് അരിച്ചെടുക്കുക കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഞാനൊന്ന് പറയാണ്, നമ്മളതൊന്ന് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ അഴുക്കുണ്ടാവും ചില ശർക്കരയിൽ. കാണിച്ചു കൊടുക്കും ഇതുപോലെ കണ്ടതിനകത്ത് അഴുക്ക് കണ്ട കരടും കല്ലും ഒക്കെ ഉണ്ടാവും, അതൊക്കെ കളയാനായിട്ട് അരിച്ചെടുക്കണത്. ഓക്കെ, തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ശർക്കര സാധാരണ ഉരുക്കിയെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയാൽ മതി. പക്ഷെ ഇതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കുറച്ച് വെള്ളം കൂടുതലുള്ള പോലെ നമുക്ക് തോന്നും. പക്ഷെ അത് കൂടുതലാണെങ്കിലും ഈ വെള്ളത്തിൽ കിടന്ന് തേങ്ങ നല്ലോണം വേകുമ്പോൾ ഈ തേങ്ങയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും. അപ്പോൾ കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല. അത് ശരിക്കും ഉരുകി പറ്റി നല്ല ഒരു സെറ്റ് ഇങ്ങനെ ഒരുമിച്ചാവണം. ശർക്കര ഉരുകി നല്ലവണ്ണം അത് വെള്ളമൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി എന്നാ ചെയ്യാൻ പോകണം? നമുക്ക് സിമ്മിലേക്ക് ഇടാം, സിമ്മിലേക്ക് ആക്കി കൊടുക്കണം. കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കപ്പ നമ്മൾ ആ പിഴിഞ്ഞ് വെച്ച കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മുഴുവൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കരയും തേങ്ങയും കപ്പയും എല്ലാം കൂടെ കൂടി ഒരുമിച്ച് ശരിക്കും നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് എല്ലാം നല്ലതായിട്ട് നല്ല ശരിക്കും നല്ല ടേസ്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ശർക്കരയൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിപ്പോകും. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ അടയൊന്നും ആക്കിയില്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. നല്ല ശർക്കരയും തേങ്ങയും ഒക്കെ കൂടി മിക്സായിട്ട് നല്ല തിന്നാൻ നല്ല പാകത്തിനായിട്ടുണ്ട് ഇപ്പൊ തന്നെ. നമുക്ക് ഇതിലേക്ക് മണമൊക്കെ വരുന്നുണ്ട്. ഏലക്കാപ്പൊടി ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്തു. ഏലക്കാപ്പൊടിയും ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കണം. ഏലക്കാപ്പൊടിയുടെ ശർക്കരയുടെയും തേങ്ങയുടെ ആ ഉരുകിയന്റെ ഒക്കെ ഒരു നല്ല മണം ഉണ്ട്. ഇതിപ്പോ ശരിക്കും യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്യാം കേട്ടോ. ശരി, ഇതാട്ടോ എടനയില അല്ലെങ്കിൽ വഴനയില എന്നൊക്കെ പറയണ ഈ ഇല കേട്ടോ. ഇതപ്പോ നമ്മള് ഇത് കഴുകി എടുത്താണെന്നാലും ഒന്നുകൂടെ തുടച്ചെടുക്കണം. കഴുകി നല്ല ക്ലീൻ ആക്കി എടുത്താണെന്നാലും നമ്മൾ തുടച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചെയ്യാൻ പോണത് ഈ ഇലയിലേക്ക് എടനയിലേക്ക് നമ്മൾ ഈ സാധനം എടുത്ത് ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് നമ്മൾ വെച്ചിട്ട് അത് കാണിച്ചു തരും കേട്ടോ. സന്ത് ചെയ്ത് കാണിച്ചു തരും. ഞാൻ ചെയ്ത് എടനയില നമ്മൾ ഇങ്ങനെ കുമ്പിള് പോലെ ആദ്യം ഉണ്ടാക്കുക. അതിലേക്ക് കുറച്ച് എടുത്ത് ഇതേപോലെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ച് മടക്കി വെക്കുക. എന്താ ഇത് ചെയ്യണത് പലരും പല രീതിയിൽ ചെയ്യണവരുണ്ടാവും. അപ്പൊ നിങ്ങള് അങ്ങനെ നമ്മൾ എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ആവിച്ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കും. ഇതെല്ലാം നമ്മൾ ഇതുപോലെ കുമ്പിള് കുത്തിയിട്ട് കുമ്പിള് കുത്തിയിട്ട് അതിനകത്തേക്ക് ആക്കണം. അതിനകത്തേക്ക് ആക്കി കറക്റ്റായിട്ട് അത് അടച്ചു വെച്ച് നമ്മളിനി ഒരു അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ഇഡ്ഡലിപ്പാത്രത്തിൽ തട്ടി വെച്ചിട്ട് നമ്മൾ ആവി കയറ്റി അത് വേവിച്ചെടുക്കണം. അതാണ് ഇനി ഫൈനൽ. വെള്ളം വെച്ചിട്ടില്ലേ? എണ്ണയില ഉപയോഗിച്ച് ചെയ്യണ ആളുകൾക്ക് അറിയായിരിക്കും ഇതെങ്ങനെ ചെയ്യാമെന്ന്. എന്നാലും അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി കേട്ടോ ഞാൻ പറയണത്. അറിയാവുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക, അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയണത്. ഇതിങ്ങനെ വെച്ച് ഇതുപോലെ ആക്കിയിട്ട് ഈ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇതുപോലെ ആക്കി കൊടുക്കണം. ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നമുക്ക് എടനയില എല്ലാ സ്ഥലങ്ങളിലും എടനയില ഒന്നും കിട്ടൂല. നമുക്കിപ്പോ ഫ്ലാറ്റിലൊക്കെ താമസിക്കണവരല്ലെങ്കിൽ പുറത്തൊക്കെ ഉള്ളവർക്ക് അവർക്കൊന്നും എടനയില ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം അല്ല എന്നറിയാം.
അപ്പൊ അതിന് നമുക്ക് വാഴയിലയിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഷേപ്പിൽ അതൊന്ന് ശരിക്കും ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇരിക്കണം, അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ എണ്ണയിലയിൽ വേവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവും. ഈ ഇലയുടെ ഒരു സ്മെല്ലൊക്കെ നല്ല ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ വെച്ചിട്ട് ഇത് ചൂടേറ്റ് വേവിക്കാട്ടെ. ഇനി ഇത്രേ ഉള്ളൂ. ഇനി അപ്പൊ ഇതിപ്പോ നമ്മൾ ഇതെന്താ ശർക്കര പാനിയിൽ നമ്മൾ വഴിച്ചെടുത്ത കാരണം ഏതാണ്ട് ഒരു പകുതി മുക്കാൽ ഇത് വേവായിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട ആവശ്യമില്ല. അതിൽ കൂടുതൽ ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ കുഴഞ്ഞ അതിൻ്റെ ഒരു ഇതൊക്കെ മാറിപ്പോകും. അപ്പൊ നമുക്കിതൊരു 10 മിനിറ്റ് വെന്താൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞിട്ടപ്പോൾ നോക്കാട്ടോ റെഡി ആവുമ്പോൾ ഞാൻ കാണിച്ചു തരാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അപ്പം തുറന്നു നോക്കാം. കപ്പ റെഡി ആയിട്ടുണ്ടാവില്ലേ? റെഡി ആയിട്ടുണ്ട് അല്ലേ? ആ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇലയൊക്കെ കണ്ട ശരിക്കും ഇതായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. കപ്പ വെന്ത് റെഡി ആയിട്ടുണ്ട്, കപ്പ പാകമായിട്ടുണ്ട്. അപ്പൊ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇത് എടുക്കാം. ഇതുപോലെ ഇരിക്കും നമ്മുടെ അട വെന്ത് കഴിയുമ്പോൾ. കപ്പ തെരളി വെന്ത് കഴിയുമ്പോൾ അതാ ഇതുപോലെ ഇരിക്കും. കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ തന്നെ എന്ത് ഭംഗിയെന്ന് നോക്കിയേ. അതുപോലെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റാണിത്. ഞങ്ങള് മാത്രമാണ് ഇപ്പൊ ക്യാമറയിൽ, ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ക്യാമറയിൽ കണ്ടിട്ടുള്ളൂ. ഇതിന്റെ പിന്നില് ഞങ്ങളെ കുറച്ച് ആൾക്കാരൊക്കെ ഇത് തിന്നാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കപ്പ റെഡി ആയി തിന്നാനായിട്ട്, കപ്പത്തെരളി തിന്നാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാനായിട്ട് കുറച്ച് ഷൈ ആണ്. എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ഞങ്ങളുടെ പിള്ളേര് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് ഉണ്ണി? സൂപ്പറാട്ടോ, ഭയങ്കര ടേസ്റ്റാ, പറയാൻ പറ്റില്ല. നിങ്ങളത് ചെയ്ത് നോക്കി നിങ്ങൾ കഴിച്ചാലാണ് നിങ്ങൾക്ക് ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അത്ര നല്ല സാധനമാണ്. ഭയങ്കര കോസ്റ്റ്ലി ഒന്നല്ലല്ലോ. കപ്പയൊക്കെ വളരെ ചീപ്പല്ല, ഒരു അങ്ങനെ ഒത്തിരി കൂടിയൊരു ഇതല്ല, റേഞ്ചിലുള്ള സാധനമല്ല. കപ്പ സാധാരണ നമുക്ക് ഉള്ളതാണ്. അപ്പൊ ആ കപ്പ വെച്ചിട്ട് നമുക്ക് ഇത്രയും ടേസ്റ്റ് ആയിട്ട് സാധനം നിങ്ങൾ ചെയ്തൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞിങ്ങനെ ഒത്തിരി അതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ ബോറാക്കണില്ല. നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ശരി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.